ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നത്? അഞ്ചുതെങ്ങ് കായൽ. വാമനപുരം നദി ഏത് കായലിലാണ് പതിക്കുന്നത്? അഞ്ചുതെങ്ങ് കായൽ. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി തയലിൻ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി തയലിൻ. മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താൽഘട്ട്. മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താൽഘട്ട്. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ഭാരത്മാല പരിയോജന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോഡ് വികസനം. ഭാരത്മാല പരിയോജന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോഡ് വികസനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പടയണി ഗാനം വന്ദേ മാതരം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പടയണി ഗാനം വന്ദേ മാതരം. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന പുസ്തകം രചിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന പുസ്തകം രചിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ്, പച്ച. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച. പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ് മിൽഖ സിംഗ്. പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ് മിൽഖ സിംഗ്. കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 20. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 20. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ലെപ്റ്റോസ്പൈറോസിസ്. 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ലെപ്റ്റോസ്പൈറോസിസ്. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലമാണ് കൊഹിഷൻ. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലമാണ് കൊഹിഷൻ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമാക്കി 1954 ന്യൂഡൽഹി ആസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനം ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമാക്കി 1954 ന്യൂഡൽഹി ആസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമി. ലോക്ജോ രോഗം എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. ലോക്ജോ രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ടെറ്റനസ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഹിമാചൽ പ്രദേശ്, തിബറ്റ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഹിമാചൽ പ്രദേശിനെ തിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. കാപ്പെക്സ് എന്നത് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? കശുവണ്ടി. കാപ്പെക്സ് എന്നത് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? കശുവണ്ടി. മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരൻ KCS പണിക്കർ. മലബാർ കർഷകന്റെ ജീവിതം എന്ന ചിത്രം വരച്ച കലാകാരൻ KCS പണിക്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? S ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? S ബ്ലോക്ക്. CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയായ ഓപ്പറേഷൻ ചക്ര 2 ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു? സൈബർ കുറ്റകൃത്യം തടയൽ. CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയായ ഓപ്പറേഷൻ ചക്ര 2 ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു?
സൈബർ കുറ്റകൃത്യം തടയൽ. ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് ഓഗസ്റ്റ് 23. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിച്ച വർഷം ഏത്? 1953. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിച്ച വർഷം ഏത്? 1953. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏത്? പരുത്തി. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏതാണ്? പരുത്തി. അപ്പോൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.